ശബരിമലയിൽ ദ്വാരകാപാലന്മാരുടെ സ്വർണത്തിൽ വലിയ രീതിയിലുള്ള കൃത്രിമം കാണിച്ചുകൊണ്ട് ഏകദേശം വലിയ ഒരു കൊള്ള തന്നെ ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് കേരളത്തിലെ ഹിന്ദു സമൂഹത്തിന്റെ വലിയ രീതിയിലുള്ള പ്രതിഷേധം, പ്രത്യേകിച്ച് അയ്യപ്പ വിശ്വാസികളുടെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. ചേട്ടാ നമസ്കാരം. ചേട്ടപ്പോ ഈ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ കേരളം മുഴുവൻ വലിയ പ്രതിഷേധം നടക്കുകയാണല്ലോ. ഇത് കേരളത്തിലെ ഹിന്ദു സമൂഹത്തെ പൂർണ്ണമായിട്ടും ഈ ശബരിമല വിഷയം അത് ബോധ്യപ്പെടുത്താൻ സംഘടനയ്ക്ക് സാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ശബരിമല വിഷയത്തില് അതിശക്തമായിട്ടുള്ള പ്രതിഷേധമാണ് കേരളം മുഴുവൻ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ഹൈന്ദവ സംഘടനകളും ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടായിട്ടാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജാതി മത വർഗ വർണ്ണ വ്യത്യാസങ്ങൾക്ക് ഉപരിയായി എല്ലാ ശബരിമല അയ്യപ്പ ഭക്തന്മാരും ശബരിമലയെ സ്നേഹിക്കുന്നവരും ഇന്ന് ശബരിമലയിൽ ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളിൽ വളരെ അസ്വസ്ഥരാണ്. കാരണം ഭക്തന്മാർ വളരെ ഭക്തിപൂർവം അവിടെ സമർപ്പിക്കുന്ന കാണിക്കയാണെങ്കിലും മറ്റ് വസ്തുക്കളാണെങ്കിലും അതെല്ലാം അടിച്ചു മാറ്റുന്ന, തട്ടിപ്പ് നടത്തുന്ന, വെട്ടിപ്പ് നടത്തുന്ന തസ്കര വീരന്മാരുടെ കേന്ദ്രമായി ശബരിമല മാറിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു പോറ്റിയെ അറസ്റ്റ് ചെയ്തതുകൊണ്ട് ഇത് തീരാൻ പോകുന്നില്ല. പോറ്റി അറസ്റ്റിലായി താൽക്കാലികമായി. പക്ഷേ ഈ പോറ്റിയെ പോറ്റുന്നവരാരാണ്? പോറ്റിയുടെ പുറകിൽ ആരാണ്? പോറ്റിയുടെ പുറകിൽ അവരെ പോറ്റുന്ന ആളുകളെ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരണം എന്നാണ് ഹിന്ദു ഐക്യവേദി ഹിന്ദു സംഘടനകളും ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇതേപോലുള്ള നാമജപ യാത്രകൾ നടക്കുന്നത്. ശബരിമലയെ സംരക്ഷിക്കുക, ദേവസ്വം ബോർഡ് എത്രയും വേഗം രാജിവെക്കുക, രാജിവെക്കാൻ തയ്യാറല്ലെങ്കിൽ അവരെ പിരിച്ചുവിടുക എന്നുള്ളതാണ് ഹിന്ദു സംഘടന ഉയർത്തുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ആവശ്യം ഉയർത്തിക്കൊണ്ട് ഏതറ്റം വരെയും ഇവിടുത്തെ ഹിന്ദു സംഘടനകൾ മുന്നോട്ട് പോകും. ഏറ്റവും പ്രധാനമായിട്ട് കേരളത്തിലെ ഹിന്ദു സമൂഹം ഈ വിഷയത്തിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലടക്കം ഏതെങ്കിലും തരത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും അതോടൊപ്പം തന്നെ UDF എന്ന് പറയുന്ന സംവിധാനത്തിനുമെതിരെ നിലകൊള്ളാനുള്ള സാധ്യത ഇനിയെങ്കിലും ഉണ്ടോ? അത് സ്വാഭാവികമായിട്ടും ഹിന്ദു സമൂഹം തീരുമാനിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഹിന്ദു സമൂഹം ഇതെല്ലാം മനസ്സിലാക്കുവാൻ കഴിവുള്ള ആളുകളാണ്. അവർ ആ കഴിവ് മനസ്സിലാക്കി അവരുടെ കഴിവ് അവർ വിനിയോഗിക്കും എന്നാണ് നാം വിചാരിക്കുന്നത്. ഹിന്ദു സംഘടനകൾ നടത്തുന്ന സമരം രാഷ്ട്രീയ പ്രേരിതമല്ല, അത് രാഷ്ട്രീയത്തിനും അപ്പുറമാണ്. കലിയുഗവരനായിട്ടുള്ള ധർമ്മശാസ്താവായിട്ടുള്ള അയ്യപ്പന്റെ ധർമ്മം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് ഇത്. ആ പോരാട്ടം ഇവിടെ നടക്കുമ്പോൾ സ്വാഭാവികമായും ഈ സമൂഹം അതനുസരിച്ച് ചിന്തിക്കും. തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ അതിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാവും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണല്ലോ ശബരിമല. ഇത്രയും വലിയൊരു വിഷയം ഉണ്ടായിട്ട് കേരളത്തിലെ സാംസ്കാരിക നായകന്മാർ ആരും തന്നെ ഈ ഒരു വിഷയത്തിൽ സർക്കാരിനെതിരെ, ദേവസ്വം ബോർഡിനെതിരെ പ്രതികരിച്ചിട്ടില്ല. എന്തുകൊണ്ടായിരിക്കാം? പൊതുവെ കേരളത്തിലെ സാംസ്കാരിക നായകന്മാര് ഭരിക്കുന്ന സർക്കാരിൽ നിന്ന് പലതും പ്രതീക്ഷിച്ച് ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഒരിക്കലും ഭരിക്കുന്ന സർക്കാരിനെതിരായി സാംസ്കാരിക നായകന്മാർ ഒന്നും പറയാറില്ല. അത് ഈ വിഷയത്തിൽ മാത്രമല്ല, പല വിഷയങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് അവരിൽ നിന്ന് ഇതിൽ കൂടുതലായി നമ്മൾ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അവർക്ക് ജനങ്ങളുടെ ഇടയിൽ യാതൊരു സ്വാധീനവുമില്ല. അവർക്ക് എഴുതാം, അവർക്ക് വായിക്കാം, അവർക്ക് പ്രസംഗിക്കാം. ജനങ്ങളുടെ ഇടയിൽ സ്വാധീനമില്ലാത്ത വിഭാഗമാണ് ഈ സാംസ്കാരിക നായകന്മാര്. അതുകൊണ്ട് അവരുടെ പ്രതികരണം ഇവിടെ പ്രസക്തമേ അല്ല. വരും ദിവസങ്ങളിൽ രാഷ്ട്രപതി ശബരിമല സന്ദർശിക്കുന്നുണ്ടല്ലോ. ആ ഒരു സമയത്ത് ഈ ഒരു വിഷയം ഇവിടുത്തെ ഹൈന്ദവ നേതാക്കന്മാർ എന്തെങ്കിലും തരത്തിൽ രാഷ്ട്രപതിയുടെ മുന്നിൽ വെക്കാനുള്ള ഒരു തീരുമാനമുണ്ടോ? രാഷ്ട്രപതിയുടെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി ഔദ്യോഗികമായി ശബരിമല കർമ്മസമിതിക്ക് ഒരു അനുവാദം കിട്ടിയിട്ടുണ്ട്. ശബരിമല കർമ്മസമിതിയുടെ അതിന്റെ ജനറൽ കൺവീനർ ആയിട്ടുള്ള ശ്രീ SJR കുമാർ ഉൾപ്പെടെയുള്ള ശബരിമല അയ്യപ്പ സേവാ സമാജത്തിന്റെ കർമ്മസമിതിയുടെ ഹൈന്ദവ സംഘടനകളുടെ നിശ്ചയിക്കപ്പെട്ട ആളുകൾ ദ്രൗപദി മുർമുവിന്റെ അടുത്ത്, ബഹുമാന്യായ രാഷ്ട്രപതിയുടെ അടുത്ത് ഈ വിഷയങ്ങൾ ഉന്നയിക്കും. കേന്ദ്ര സർക്കാരിന്റെ മുൻപിലും അത് ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോ ദേവസ്വം ബോർഡ് കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ദേവസ്വം ബോർഡ് ആക്കണം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു സംവിധാനം വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള രീതിയിലേക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. അപ്പൊ അതൊരു സ്വീകാര്യമായിട്ടുള്ള കാര്യമാണെന്ന് തങ്ങളെപ്പോലുള്ള ആളുകൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഫെഡറൽ സംവിധാനത്തിലാണ് ക്ഷേത്രങ്ങളുടെ നിയമങ്ങളും കാര്യങ്ങളും എല്ലാം കുടികൊള്ളുന്നത്. അത് ഭരണഘടനയില്, അത് പാർലമെന്റിൽ നിയമം പാസാക്കി മാറി വരേണ്ടുന്ന കാര്യമാണ്. ഒരു സുപ്രഭാതത്തിൽ നടന്നുകൊള്ളണമെന്നില്ല.
പക്ഷേ ഈ സംഭവ വികാസങ്ങളെല്ലാം സ്വാഭാവികമായിട്ടും കേന്ദ്രം നിരീക്ഷിക്കുന്നുണ്ട്. കേന്ദ്രത്തിലെ ബന്ധപ്പെട്ട ആളുകൾ ഇതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഭാവിയിൽ അങ്ങനെ ഉണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ക്ഷേത്ര ഭരണം രാഷ്ട്രീയ വിമുക്തമാക്കണം. രാഷ്ട്രീയക്കാർ ക്ഷേത്രം ഭരിക്കാൻ പാടില്ല. വിശ്വാസികളാണ് ക്ഷേത്രം ഭരിക്കേണ്ടത്. അതുകൊണ്ട് വിശ്വാസികൾക്ക് ക്ഷേത്രം വിട്ടുകൊടുക്കാം. അതാരുമായിക്കൊള്ളട്ടെ, എസ് ഓർ വൈ, ഏത് വിശ്വാസികൾക്കും ക്ഷേത്രം ഭരിക്കാം. ഇവിടെ ഉണ്ടായിട്ടുള്ള എല്ലാ സംഭവങ്ങളുടെയും പശ്ചാത്തലം എന്ന് പറയുന്നത് ഇവിടെ ഭരിക്കുന്നത് വിശ്വാസമില്ലാത്തവരാണ്. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനോട് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അതിന് മാറ്റം വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൊച്ചിയിലുണ്ടായ സ്കൂളിൽ നടന്നൊരു ഹിജാബ് വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വലിയ രീതിയിൽ ഇസ്ലാമിക സംഘടനകൾക്ക് അനുകൂലമായി സംസാരിച്ചിരുന്നു. പക്ഷെ ഈ ഒരു ശബരിമല വിഷയം വന്നിട്ട് ഇവിടുത്തെ ദേവസ്വം ബോർഡ് മന്ത്രി 1% പോലും അയ്യപ്പ വിശ്വാസികളുടെ കൂടെയാണ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു പ്രസ്താവന പോലും നടത്തിയിരുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ഇരട്ടത്താപ്പ് നയം? എന്തായിരിക്കും അത്? ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ന്യൂനപക്ഷ പ്രീണനമാണ്. അത് കാലങ്ങളായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരിക്കലും ഭൂരിപക്ഷത്തിന് വേണ്ടി സംസാരിക്കാൻ ഇടതുമുന്നണിയിലോ വലതുമുന്നണിയിലോ ആരെയും കാണാറില്ല. അവരെപ്പോഴും ന്യൂനപക്ഷത്തോടൊപ്പമാണ് നിൽക്കുന്നത്. അത് സംഘടിതമായ വോട്ട് അവർക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ആ സംഘടിതമായ വോട്ട് കിട്ടാൻ വേണ്ടിയാണ് തരാതരത്തിന് അവർ അഭിപ്രായങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് കേവല വോട്ട് മാത്രമാണ്, അത് രാഷ്ട്രീയമാണ്. അയ്യപ്പ